റോമിലെ ഒരു ഇൻ്റർനാഷണൽ സെമിനാരിയാണ് ഞങ്ങളുടേത്. ഇൻ്റർനാഷണൽ ആണെങ്കിൽ തന്നെയും ആകെയുള്ള 103 പേരിൽ 48 പേര് മലയാളികളാണ്. അപ്പോൾ ഞങ്ങളുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രദക്ഷിണത്തോടുകൂടി പോകുന്നതാണ് നിങ്ങളീ കാണുന്നത്. സത്യം പറഞ്ഞാൽ മലയാളത്തിൽ ജൂബിലി വർഷത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്ന വീഡിയോകളൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. എന്താണ് ജൂബിലി വർഷം? സത്യത്തിൽ എന്താണ് അതിന് പിന്നിലെ ചരിത്രം? ഈ ജൂബിലി വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ 3 ദിവസം കൂടി ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ വോയിസ് ഓവർ ഞാൻ പ്ലേ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ 25 വർഷത്തിലൊരിക്കൽ പാപമോചനത്തിനും ദണ്ഡവിമോചനത്തിനും പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും അതുപോലെ തന്നെ തീർത്ഥാടനത്തിനും വേണ്ടിയുള്ള ഒരു പ്രത്യേക വർഷം. 1300 ബോണിഫസ് എട്ടാമൻ യുദ്ധവും പകർച്ചവ്യാധിയും വിതച്ച നാശത്തിൽ നിന്ന് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ആദ്യമായി ജൂബിലി ഇയർ പ്രഖ്യാപിച്ചത്. തുടക്കത്തിൽ 100 വർഷം കൂടുമ്പോഴായിരുന്നു ജൂബിലി ഇയർ ആഘോഷിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് അത് 50-ഉം 33-ഉം ഇപ്പോഴിതാ 25 വർഷവുമായി. പിൽഗ്രിമേജ് ഓഫ് ഹോപ്പ്, അതായത് പ്രത്യാശയുടെ തീർത്ഥാടനം. ഈ വാക്യമാണ് ഈ വർഷത്തെ ജൂബിലിയുടെ തീമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജൂബിലിയുടെ ചരിത്രമുള്ളത് യഹൂദ പാരമ്പര്യത്തിലാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്ന 50 വർഷം കൂടുമ്പോഴുള്ള ഓരോ ശുദ്ധീകരണത്തിന്റെ വർഷത്തിൽ നിന്ന് നമുക്കത് വളരെ വ്യക്തമാണ്. അതായത് ഓരോ ജൂബിലി വർഷവും ആഘോഷിക്കുന്നതിന്റെ ആധ്യാത്മികമായ ലക്ഷ്യം എന്താണ്? ഗോഡ് ഈസ് ദ ക്രിയേറ്റർ, ഗോഡ് ഈസ് ദ ഓണർ ആൻഡ് ഗോഡ് ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ഓൾ എന്ന ഗോഡ് സെൻട്രിക് ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിനുള്ള ആഹ്വാനമാണ്.